ഇക്കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ ആക്രമിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഖേദമാണ് പ്രകടിപ്പിച്ചത്. അത് റിഗ്രറ്റ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ സോറി അല്ല പറഞ്ഞത്. മാപ്പ് പറഞ്ഞു എന്നാണ് ഇവിടെയുള്ള സകല സുഡാപ്പികളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ വാർത്തകൾ വന്നതും അങ്ങനെയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ മാപ്പല്ല ആക്ച്വലി. അത് നമ്മളൊന്നും കൂടെ വിശദീകരിച്ച് ശരിക്കും അത് നോക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ പറയാം, എനിക്ക് നിന്നെ അടിച്ചതിൽ വിഷമമുണ്ട് എന്ന് പറയുന്നതും അളിയ സോറി അടിച്ചത് എന്ന് പറയുന്നത് രണ്ടല്ലേ? ഈ ആദ്യം പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിന്നെ അടിക്കേണ്ടതായിരുന്നത് കൊണ്ടാണ് അടിച്ചത്, പക്ഷെ എനിക്കതിൽ വിഷമമുണ്ട്. പക്ഷെ അടിച്ചതിൽ തെറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് മലയാളികളും കുറച്ച് വൈകി എന്നുള്ളതാണ്. പിന്നെ അവിടെ നടക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീർ. ഈ അസിം മുനീർ ഇടയ്ക്കിടയ്ക്ക് US-ലേക്ക് പോകും, ട്രംപിനെ കാണുന്നു, അടിക്കടിയാണ് പോകുന്നത്. സാധാരണ ഒരു ഫീൽഡ് മാർഷൽ, ഒരു പട്ടാള മേധാവി അങ്ങനെ പോക്കില്ല. അവിടെയാണ് ഇങ്ങനെ പോകുന്നത്. ഏറ്റവും ഒടുവിൽ പോയപ്പോൾ ഷെഹബാസ് ഷെരീഫിനെയും കൊണ്ടുപോയി. അവിടെ പോയി പല കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പല കാര്യങ്ങളും ഇതിന് ചുറ്റും ഇങ്ങനെ ഇതിനെ കേന്ദ്രീകരിച്ച് പല കാര്യങ്ങളും നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം ക്രോഡീകരിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ കാര്യമേ തോന്നുള്ളൂ. നമ്മൾ ഈ സ്ഥിരം പറയുന്നത് പോലെ ട്രംപ് ഒരു മണ്ടനല്ല, പക്ഷേ ബുദ്ധിജീവിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെ? ബുദ്ധി രാക്ഷസനാണെന്ന് തോന്നിപ്പോകും. സത്യമല്ലേ അത്? ഇല്ല, ട്രംപ് അങ്ങനെ ഒരു മണ്ടൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ, അതായത് ചില കാര്യങ്ങളിൽ സത്യമായിരിക്കാം. പക്ഷേ ഒരു എന്താ പറയുക, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണെന്നുള്ള കാര്യം മറക്കരുത്. അതായത് പലതവണ ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള പാപ്പരായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മണ്ടൻ അത് കഴിയില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ മണ്ടനായിരിക്കാം. അപ്പം നമ്മളും അങ്ങനെയല്ലേ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ബുദ്ധിമാന്മാരല്ല. അപ്പോൾ അതുപോലെ ചില കാര്യങ്ങളിൽ മണ്ടനായിരിക്കാം. അത് ചിലപ്പോൾ ചില കോമൺ സെൻസിൻ്റെ കാര്യത്തിൽ തന്നെ മണ്ടനായിരിക്കാം. പക്ഷേ ഈ പറയുന്ന തന്ത്രം, അതായത് കുതന്ത്രങ്ങളിൽ അത്ര മണ്ടനാണെന്ന് തോന്നുന്നില്ല. കാരണം അമേരിക്കൻ ബുദ്ധി എന്ന് പറയുന്നത്, അമേരിക്കൻ സാമ്രാജ്യത്യ ബുദ്ധി എന്ന് പറയുന്നത് ആ വെള്ളക്കാരനിൽ അലിഞ്ഞു ചേർന്നതാണ്. അത് ട്രംപിലുമുണ്ട്. അപ്പോൾ ഇപ്പോൾ റഷ്യ പോളണ്ടിൽ ഉടൻ തന്നെ ഒരു ആക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയും ഇങ്ങനെ ട്രംപ് കാണുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ ഏറാമുട്ടികൾ വരുന്നത്. അതായത് അറബ് നാറ്റോ, ഇസ്രായേൽ ഖത്തറിനെ അടിക്കുന്നു. അതിനൊന്നും ഇവൻ ഇപ്പോൾ പോളണ്ടിനെ അടിച്ച പണി വാളുപോലെ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വയ്യാവാലികളൊക്കെ കെട്ടിയെടുത്ത് വരുന്നത്. അപ്പോൾ അറബ് നാറ്റോ രൂപീകരിക്കപ്പെടുന്നതിൽ ട്രംപിന് കുറച്ച് അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ഈ അറബ് നാറ്റോ രൂപീകരിച്ചിട്ട് 80-ലധികം മുസ്ലിം രാഷ്ട്രങ്ങളാണ്. കുറേയധികം പിച്ചച്ചട്ടിയെടുത്ത മുസ്ലിം രാഷ്ട്രങ്ങളും പിന്നെ കുറേയധികം സമ്പന്ന മുസ്ലിം രാഷ്ട്രങ്ങളും ഉണ്ട്. ഈ സമ്പന്നമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുടെ കയ്യിൽ നിന്നാണ് അമേരിക്ക എണ്ണ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ അറബ് നാറ്റോ രൂപീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ശേഷം അപ്പുറത്ത് പോളണ്ട് റഷ്യയും തമ്മിൽ ഒരു അടി നടക്കാനുള്ള അടിയായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇത് നാറ്റോയിലേക്കുള്ളൊരു അടിയും കൂടെയാണല്ലോ. റഷ്യ പോളണ്ടിനെ അടിക്കുമ്പോൾ അത് നാറ്റോയിലേക്കുള്ളൊരു സ്ട്രൈക്കും കൂടെയാണ്. അങ്ങനെ അമേരിക്ക കൂടെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോഴാണ് അറബ് നാറ്റോ പറയുന്നത്, ഇനി ഞങ്ങൾക്ക് എണ്ണ തരണമെങ്കിൽ, ഇതിനിടയിൽ ഇത് മുതലെടുത്ത് അറബ് നാറ്റോ പറയാണ്, ഇനി ഞങ്ങൾക്ക് എണ്ണ തരണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ എണ്ണ തരികയാണ്. ഞങ്ങൾ എണ്ണ തരികയാണ്, ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതുള്ളത് പെര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയും. അങ്ങനെ ഒരു പരിപാടി ഇവർ കാണിച്ചു. അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് കാര്യം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപിന് മനസ്സിലായി. ട്രംപ് അതായത് എന്താ പറയുക, നീർക്കോലികൾ വന്നിട്ട് ഈ സിംഹത്തിനെ ഒന്ന് ഇത് ആക്കത്തില്ലേ, ഈ ഹൈനകൾ വന്നിട്ട് സിംഹത്തിന് അല്ലെങ്കിൽ ആനയെ ഹൈനകൾ വന്നിട്ടൊന്ന് വരട്ടൂലേ, അതായത് എൻ്റെ ഒരു വീണ് കിടക്കുന്ന ഒരവസ്ഥ നോക്കിയിട്ട്. അപ്പോൾ ആന ഒന്നും ഇങ്ങനെ നോക്കൂലേ, എണീക്കിട്ടടാന്നല്ല, നീ ഇപ്പം ഇവിടെ നിൽക്കുന്നു, ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നാൽ നീ ഇവിടെ നിൽക്കില്ല എന്നുള്ളതും എനിക്കറിയാം. ഇപ്പം നീ എൻ്റെ ഡെയിലി സംസാരിക്കാൻ വരുന്നല്ലേ എന്നുള്ളൊരു രീതിയിലൊരു നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടം നോക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് മിടുക്കനാണ്, അതിവിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് നമുക്ക് എതിർപ്പുണ്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് രീതികളെല്ലാം എതിർപ്പുണ്ടായിരിക്കാം. അദ്ദേഹം സമർത്ഥനാണ് പല കാര്യങ്ങളിലും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ തന്ത്രശാലിയാണെന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് പോലും, അതായത് അല്പം സെൻസുള്ള ശത്രുക്കൾക്ക് പോലും ആ ഒരു കാര്യത്തിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് കുറച്ച് പദ്ധതി അങ്ങോട്ട് പറഞ്ഞു. അതായത് ഈ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു,
ഡൊണാൾഡ് ട്രംപ് എന്താ പറയുക, ഞാനിത് അറിഞ്ഞില്ല, ഞാനിത് അറിഞ്ഞേ ഇല്ല, നമ്മളെ ജഗദീഷ് കുമാർ പറയുന്ന പോലെ ഇദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം ഖത്തർ അമീർ എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പറയുക, ഖത്തറിൻ്റെ തലവൻ, രാഷ്ട്രത്തലവനായിട്ടുള്ള ഖത്തർ അമീറിനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഈ സമയം, അതായത് ഇതിനിടയ്ക്ക് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഇദ്ദേഹം അവിടെ പോയത്. അവിടെ പോയിട്ട് ഖത്തർ അമീർ ട്രംപിന് സ്വർണ്ണ തളികയിലേക്കായിരുന്നു ഈ അത്താഴമൊക്കെ വിളമ്പി കൊടുത്ത്. അപ്പോൾ അതും കഴിച്ചിട്ട് പോയിട്ടാണ് ഈ തലേദിവസം പിറ്റേ ദിവസം ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് ഞാനിത് അറിഞ്ഞേ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അമീറിന് ഇത് കൃത്യമായിട്ട് മനസ്സിലായി, ട്രംപ് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു എന്തോ ഒരു നീരസം ഉണ്ടായി ട്രംപിനോട്. എന്നാലും കഴിക്കാൻ വരുമ്പോൾ ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു, വെട്ടി വിഴുങ്ങിയിട്ട് പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്തായാലും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയുന്ന കണ്ടിട്ട് ട്രംപ് എന്ത് ചെയ്തു, ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചു. ഇപ്പോൾ മൊത്തത്തിൽ ട്രംപ് ഒരു ചളിഞ്ഞ് നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ, ഒരുമാതിരി വാക്കിന് വില ഇല്ലാത്തവൻ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ട്രംപ് നെതന്യാഹുവിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് പറഞ്ഞ് അളിഞ്ഞ് വാന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് കറക്കിയിട്ട് ഫോൺ എടുത്തിട്ട് പറഞ്ഞ് നീ അടിയൊന്നും നിർത്തണ്ട, അടിയെ കണ്ടിന്യൂ ചെയ്ത് അടി നിർത്തേ വേണ്ട, പക്ഷേ നീ ഒരു ചെറിയൊരു കാര്യം വിളിച്ചിട്ട് നൈസായിട്ടൊന്ന് ഒരു ഖേദം അങ്ങ് പ്രകടിപ്പിച്ചു, സോറിയല്ല വിഷമമുണ്ട് എന്നങ്ങ് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ തോളിലൊക്കെ തട്ടിയിട്ട് അങ്ങ് പറഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞു വിഷമമുണ്ടെന്നല്ലേ, കുഴപ്പമില്ല അതങ്ങ് പറഞ്ഞേക്കാം, സോറി പറയൂല കേട്ടോ, സോറി പറയണ്ട, സോറി പറയാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് നെതന്യാഹു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഖേദമുണ്ട്, നിങ്ങളൊരു സെക്യൂരിറ്റി ഗാർഡ് മരിച്ചു, അത് സംഭവിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞു. അല്ല മാപ്പല്ല, ഖേദം പറഞ്ഞപ്പോൾ വിഷമം പറഞ്ഞപ്പോൾ അളിയന് എന്നെ അടിച്ചതിൽ കുറച്ച് വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ഖത്തർ അമീറിന് അത്രയും മതി. ഖത്തർ അമീർ അതിൽ ഓക്കെ ആയി, അതിൽ ഒരു പാതി ഓക്കെ ആയി. ഇപ്പോൾ പാതിയെ ഓക്കെ ആയുള്ളൂ എന്ന് ആർക്ക് മനസ്സിലായി, ട്രംപിന് മനസ്സിലായി. ഇപ്പോൾ ട്രംപ് അത് കഴിഞ്ഞിട്ടൊരു വമ്പൻ, ട്രംപിനും അത് മനസ്സിലായി പാതി ഓക്കെ ആയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ട്രംപ് ഒരു വമ്പൻ പ്രസ്താവന അങ്ങ് ഇറക്കി. അതായത് ഇനി ഖത്തറിനെ തൊടുന്നത് അമേരിക്കയെ തൊടുന്നത് പോലെയാണ്. അതായത് ഈ ഇടയ്ക്ക് മറ്റേ സൗദി പറഞ്ഞ പോലെ, അത്രയേ ഉള്ളൂ, അത് വലിയ കാര്യമൊന്നുമില്ല. ഖത്തറിനെ തൊടുന്നത് അമേരിക്കയെ തൊടുന്ന പോലെയാണ്. സൗദി എന്താ പറഞ്ഞ, പാകിസ്ഥാനെ തൊടുന്നത് നമ്മളെ തൊടുന്ന പോലെയാണെന്ന് പറഞ്ഞു. അതൊരു വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാണ്. ഇനി അതുപോലെ ഇവിടെ അത്രയേ ഉള്ളൂ, ഉപരിപ്ലവമായിട്ട് പറഞ്ഞതാണ് ഖത്തറിനെ തൊടുന്നത് അമേരിക്കയെ തൊടുന്ന പോലെയാണ് എന്ന് പറഞ്ഞ്. ഇത് ഒരു വലിയ പ്രസ്താവനയായിട്ട് ഒരു കരാറൊക്കെ ആക്കി, കുറേ പേപ്പറൊക്കെ ഉള്ളൊരു കരാറൊക്കെ ആക്കി എഴുതി അയച്ചു കൊടുത്തു. ഖത്തറിൻ്റെ അമീർ അതിൽ ഒപ്പൊക്കെ ഇട്ടു. അപ്പോൾ ഇനി അളിയ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമീർ പറഞ്ഞു ഇപ്പം ഹാപ്പി എന്ന് പറഞ്ഞ്. അങ്ങനെ അതിൽ ഒപ്പിട്ട് ഖത്തറിൻ്റെ അമീർ ഹാപ്പിയായി. അപ്പോൾ ഖത്തർ എന്നിട്ട് അതിനുശേഷമാണ് യഥാർത്ഥ ട്രംപിൻ്റെ പണി തുടങ്ങുന്നത്. ഇവിടെയാണ് ട്രംപ് എന്ന ബുദ്ധിരാക്ഷസൻ്റെ പണി തുടങ്ങുന്നത്. അതായത് ഹമാസ് എന്ന് പറയുന്ന കുറേമാർ അപ്പുറത്ത് കിടന്ന് നെകളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹമാസിനുള്ളത് പണി കൊടുക്കണം. അതായത് ഹമാസിന് ഒരു കാര്യം ചെയ്യും, 21 പറയുന്നു, 21 പറയുന്നു, 20 എന്തോ ആയിക്കോട്ടെ, 20 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു സമാധാന കരാർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നു. ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ വരുന്നു ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഹമാസിന് പറഞ്ഞു ഇവൻ പറയുന്നതിന് മുമ്പേ അവൻ സമ്മതിച്ചെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, ഈ കരാർ ഉണ്ടാക്കിയത് അവനല്ല, ലവനാണ്, അതായത് ഇസ്രായേലാണ് ഈ കരാർ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. എന്ന് ആർക്ക് മനസ്സിലായി? ഹമാസിന് മനസ്സിലായി. അപ്പോൾ എന്താ ചെയ്ത് ഹമാസ് പറഞ്ഞു. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? അപ്പോൾ ട്രംപ് പറഞ്ഞു ഈ കരാറിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ വിളിപ്പിക്കുകയാണ്. പല മുസ്ലിം രാഷ്ട്രങ്ങളെ എൻ്റെ കൂടെ വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഒന്ന് തുള്ളിച്ചാടി. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പറഞ്ഞത് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്, ഇസ്രായേൽ മുട്ടുകുത്തും, ഇസ്രായേൽ ഹമാസിന് മുന്നിൽ ഇസ്രായേൽ കീഴടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതേ ദിവസം തന്നെ 140 ഇടങ്ങളിലാണ് ഹമാസിന് ഒറ്റയടിക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതേ ദിവസം. ഇതൊന്നും ട്രംപ് അറിയാതെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ, കാരണം അത് ട്രംപ് അറിയാതെ നടക്കില്ല. 140 ഇടങ്ങളിലാണ് ഈ പറയുന്ന ഒറ്റയടിക്ക് ഹമാസിന് പണി കൊടുത്ത ഇസ്രായേൽ. അപ്പോൾ ഇതേ വായകൊണ്ട് നേരെ തിരുത്തി വൈകുന്നേരം ഇതെടുത്ത മാധ്യമങ്ങൾക്ക് എന്ത് പറയേണ്ടി വന്നു? 140 ഇടങ്ങളിൽ ഇസ്രായേലിനെ അടിച്ചു, ഇങ്ങനെ പറയേണ്ടി വാർത്ത വായിക്കേണ്ടി വന്നു, ഇങ്ങനത്തെ മുഖം വെച്ച് വായിക്കേണ്ടി വന്നു. അപ്പോൾ 140 ഇടങ്ങളിൽ ആക്രമണം നടത്തി കഴിഞ്ഞ ശേഷം ഹമാസിനോട് ഈ കരാർ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹമാസ് എന്ത് പറഞ്ഞു? ഇത് അംഗീകരിക്കില്ല. അതായത് ഈ കരാറിൽ ഹമാസിൻ്റെ നിരായുധീകരണമുണ്ട്. ഹമാസിൻ്റെ എൻറ്റിറ്റി തന്നെ ഇല്ലാതാകാൻ പോവുകയാണ്. അതായത് ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഹമാസ് പിന്നെ ഇല്ല. പിന്നെ ഭരണം അവിടെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലായിരിക്കണം. അമേരിക്കയ്ക്ക് ഒരു കൈയുണ്ട് ഗാസയിൽ, അമേരിക്ക അറിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നടക്കൂ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹമാസ് ഇനി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ
എന്താണ് പിന്നെ ബന്ദികളെല്ലാം വിട്ടുകൊടുക്കണം എന്നുള്ള പ്രത്യേകം അതിൻ്റെ കോർ അതാണ് ആ കരാറിൻ്റെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഹമാസ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കുന്നത് ഈ എന്താണ് ഇസ്രായേലിൻ്റെ കുറേ ബന്ദികൾ ഇവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ്. ഈ ബന്ദികളെല്ലാം ഹമാസ് വിട്ടുകൊടുക്കേണ്ടതാണ്. ഇസ്രായേലിന് എന്ന് ഈ ബന്ദികളെ ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം കിട്ടിയതിൻ്റെ 10 ഇരട്ടിക്ക് ഇസ്രായേൽ ഹമാസിനെ എടുത്തിട്ട് അടിക്കുമെന്ന് പൊട്ടിക്കുമെന്നുള്ള കാര്യം ഹമാസിന് അറിയാം. അതുകൊണ്ടാണ് അവർ ചത്താലും കൊടുക്കൂല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബന്ദികളൊന്നും തിരിച്ചു കൊടുക്കാനായിട്ട് ഇവർക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ കരാറിൽ തന്നെ പറയുന്നൊരു കാര്യമാണ് ഘട്ടം ഘട്ടമായിട്ട് സൈന്യത്തെ പിൻവലിക്കുക. അതെങ്ങനെയാണ്? ഈ കൊല്ലം കുറച്ച് സൈന്യത്തിനെ പിൻവലിക്കും, അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് കുറച്ച് സൈന്യത്തിനെ പിൻവലിക്കും, പിന്നെ കുറച്ച് 50 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് സൈന്യം. ഇതാണ് അവരുടെ പിൻവലിക്കലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പിൻവലിക്കുന്നതും പിൻവലിക്കാതിരിക്കുന്നതും ഒരുപോലെ എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ട് ഹമാസ് എന്ത് ചെയ്തു? വി ആർ ട്രാപ്ഡ് എന്ന് മനസ്സിലാക്കിയിട്ട് ഹമാസിന് കൃത്യമായിട്ട് മനസ്സിലായി കൊടുക്കാനുള്ള പദ്ധതിയാണത്. അപ്പോൾ ഇതിന് പിന്നാലെ ഇസ്രായേലാണ്, പിന്നെ ഇതിൻ്റെ പിന്നിൽ ഈ കരാറിൻ്റെ പിന്നിൽ ഇസ്രായേലിൻ്റെ കറുത്ത കരങ്ങളാണ് ജൂതക്കരങ്ങളാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഹമാസ് എന്ത് ചെയ്തു? ഈ സംഭവത്തിൽ, അതായത് ഈ കരാറിൽ ഒപ്പിടില്ല എന്ന് ഹമാസ് തീർത്ത് പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ആർക്കും വേണ്ടത്? ട്രംപിനും വേണ്ടത്. ഇങ്ങനെ ഒപ്പിടില്ല എന്ന് പറയണം. അപ്പോൾ സമാധാനം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഹമാസിനെ സമ്പൂർണ്ണമായിട്ട് ഇവിടുന്ന് തുടച്ചു നീക്കാനായിട്ടുള്ള പദ്ധതിയിലാണ് ട്രംപ് ഇറങ്ങി. അതായത് ഇസ്രായേൽ അവിടെ ഓർഡർ ഇട്ടിരിക്കുകയാണ്. ഇന്നലെ അറിയാലോ അവിടെ എന്താണ് സംഭവിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടെ വാർത്തകൾ വന്നിരുന്നല്ലോ. അറബ് നാറ്റോ എന്ന് പറയുന്നൊരു നാറ്റോ ഉണ്ടല്ലോ. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ അറബ് നാറ്റോ എന്നൊരു നാറ്റോ അവിടെ ഉണ്ട്. ഈ അറബ് നാറ്റോയുടെ പ്രധാനപ്പെട്ട ആവശ്യം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കണമെന്നുള്ളതായിരുന്നു. അവിടെയുള്ള ഗാസയിലുള്ള യുദ്ധം നിർത്തണം, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകും. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? ട്രംപ് ഒരു സമാധാന കരാർ മുന്നിലേക്ക് വെച്ചിട്ട് അത് ഇസ്രായേൽ അംഗീകരിച്ചു. പക്ഷേ ദൈവമാർക്ക് അംഗീകരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയില്ലാത്തതുകൊണ്ട് നീ അടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അടിയില്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അന്ത്യശാസനം അവിടെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന്, അതായത് പലസ്തീനിലെ ഈ പറയുന്ന ഗാസയിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, പാലായനം ചെയ്തോളൂ, നിങ്ങൾ ഇവിടുന്ന് പാലായനം ചെയ്ത് പൊയ്ക്കോളൂ. നിങ്ങൾ ഇവിടുന്ന് പാലായനം ചെയ്ത് പോവുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഹമാസിനെ വിട്ടു പോകണം എന്നും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെ വിട്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവന്മാരെയൊക്കെ നമ്മളെടുത്ത് തൂത്തുപറക്കി അടിച്ചോളാം, അത് നമുക്ക് വിട്ടേക്ക്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് 24 മണിക്കൂർ സമയം തരും. 24 മണിക്കൂറിനകം പാലായനം ചെയ്യാത്ത എല്ലാ ആൾക്കാരെയും നമ്മൾ തീവ്രവാദികളായി കണക്കാക്കും. പിന്നെ അവർക്ക് മേൽ നമ്മൾ ബോംബ് മഴ വർഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല ഇസ്രായേൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് പിറകെ നമ്മുടെ ഇസ്രായേലല്ല, ട്രംപ് കൂടെ ഒരു ഡയലോഗ് പിന്നെ അതിന് ശേഷം അടിച്ചിട്ടുണ്ട്. അതായത് 3 ദിവസം നിനക്കൊക്കെ സമയം തരും. 3 ദിവസമാണ് ട്രംപിൻ്റെ കണക്ക്. 3 ദിവസത്തിനകം തീരുമാനമാക്കിയില്ലെങ്കിൽ അമിട്ടെടുത്ത് ആസനത്തിൽ തിരിവുമെന്നാണ് ഹമാസിനോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയാണ് ഇപ്പോൾ സ്റ്റോറി കഥ വന്ന് നിൽക്കുന്ന ഇതുവരെയാണ്. ഇനി ഇതെങ്ങോട്ട് പോകുമെന്നാണ് പല ആൾക്കാർക്കും ഒരു ഉദ്യോഗപരിതമായിട്ട് നമ്മൾ നോക്കുന്ന പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. അപ്പോൾ ട്രംപ് ഇവിടെ ഇതുവരെ നമ്മൾ പറഞ്ഞ കഥയെല്ലാം തന്നെ ഈ മധ്യേഷ്യയുടെ കാര്യമാണ്. ഇനി ഇതിലേക്ക് വരേണ്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ആദ്യം പറഞ്ഞില്ലേ അസീം മുനീർ കൈം ടീമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എന്ത് പറ്റാണ് ഇതിനകത്ത് പറ്റിയെന്ന് അറിയണ്ടേ? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ചാടിത്തുള്ളി അമേരിക്കയുടെ അടുത്ത് പോയി. അപ്പോൾ ഈ പാലസ്തീൻ ആവശ്യമായിട്ട് വന്ന 3 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. 3 മുസ്ലിം രാഷ്ട്രങ്ങൾ, അതായത് 3 പ്രധാന മുസ്ലിം രാഷ്ട്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് തുർക്കി, ഒന്ന് ഇന്തോനേഷ്യ. ഈ 3 ഇന്തോനേഷ്യ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. ഇന്തോനേഷ്യ വലിയ തീവ്രവാദികളൊന്നും അല്ലല്ലോ. അവർക്ക് വലിയ അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുള്ള രാജ്യമല്ല. അവരവരുടെ കാര്യം നോക്കി പോകുന്നത്. എന്നാലും നമുക്ക് ഈ 3 രാജ്യങ്ങളെ പറയാം. ഈ 3 മുസ്ലിം രാഷ്ട്രങ്ങളുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, തുർക്കി എന്ന് പറയുന്നത് നാറ്റോ അംഗമായിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രം. പാകിസ്ഥാൻ എന്ന് പറയുന്ന ആണവശേഷിയുള്ള ഒരു മുസ്ലിം രാഷ്ട്രം. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള മുസ്ലിം രാഷ്ട്രം. അപ്പോൾ ഈ 3 രാഷ്ട്രങ്ങളെയും ഇന്തോനേഷ്യ ഒതുക്കേണ്ട ആവശ്യമില്ല. ഇവർ രണ്ടുപേരെ ഒതുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതായത് പാകിസ്ഥാൻ ചാടിത്തുള്ളി അമേരിക്കയുടെ അടുത്ത് പോയി. ഈ തക്കത്തിൽ അമേരിക്കയുടെ അടുത്ത് പോയപ്പോൾ തൊട്ടപ്പുറത്ത് ഫീൽഡ് മാർഷലായിട്ടുള്ള നമ്മുടെ മുനീറൊക്കെ ഉണ്ട്, അസീം മുനീറൊക്കെ ഉണ്ട്. അപ്പോൾ ഷഹബാസ് ഷെരീഫ് ട്രംപിൻ്റെ അടുത്ത് നിന്ന് ചിരിക്കുന്നു, തോളിൽ തട്ടുന്നു, തോളിൽ കൈയിടുന്നു. അപ്പോൾ ട്രംപ് ഒന്നിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് ഇവനെ, ഷഹബാസ് ഷെരീഫിന് തോളിൽ തട്ടുമ്പോൾ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്നാലും വക വയ്ക്കാതെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. കുറച്ച് വയറൊക്കെ ചാടി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം
അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊന്ന് അതായത് ലോകത്തിന് മുന്നിൽ ഇദ്ദേഹത്തിന് തെളിയിക്കണം, ഞാനും ട്രംപും ഒക്കെ ഒരു വൈബ എന്ന് തെളിയിക്കണം, നമ്മളൊരു മച്ചയാണെന്ന് തെളിയിക്കണം. അപ്പോൾ അങ്ങനെ തെളിയിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് നിൽക്കാനുള്ളൊരു വ്യഗ്രത, അങ്ങനെ കണ്ടാൽ മതി അതിന്. കാരണം നമ്മുടെ മോദി, ഷീ ജിൻപിങ്, പുടിൻ കൂട്ടായ്മയൊക്കെ കണ്ട് അപ്പുറത്ത് മാറി നിന്ന് ഇങ്ങനെ നോക്കണമെന്നില്ലായിരുന്നു, അങ്ങനെ നോക്കുന്നത്, അതിൻ്റെ ഒരു ഇതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചൈനയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ചൈന പറഞ്ഞു, ചൈന ആയിരുന്നല്ലോ ഇത്ര നാൾ പാകിസ്ഥാൻ്റെ തന്ത എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് അങ്ങോട്ട് പിടിച്ചു. ചൈന ഒന്ന് മുറിവ് കൊടുത്തിട്ട് പറഞ്ഞ്, ഇവിടെ ഒരു ബഗ്രാം വിമാനത്താവളം എന്നൊക്കെ പറഞ്ഞൊരു താവളമുണ്ട്, അത് മറ്റവന്മാർ എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞേക്കുക, ഇങ്ങോട്ടെങ്ങാനും കെട്ടിയെടുത്തു കഴിഞ്ഞാൽ നെഞ്ചാങ്കൂട് നമ്മൾ പിളർത്തു എന്നുള്ള കാര്യം പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെ പാകിസ്ഥാനും ഇറാനും ചൈനയും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഒരു യോഗം കൂടി. ആ യോഗം കൂടിയിട്ട് ഇതിനെ ഞങ്ങൾക്ക് അപലപിക്കാം എന്ന് പറഞ്ഞു. അവർ പാകിസ്ഥാൻ പറഞ്ഞു, അതൊക്കെ മോശമല്ലേ, ഇപ്പോൾ ട്രംപുമായിട്ട് നമ്മൾ കുറച്ച് നല്ല ബന്ധത്തിലാണ്, അതായത് ഈ ബഗ്രാം ഇതുണ്ടല്ലോ അത് അവരെടുക്കുമെന്ന് പറയുന്നത്, അപലപിക്കുമെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു അതൊക്കെ മോശമല്ലേ, ഇപ്പോൾ നമ്മൾ ട്രംപുമായിട്ട് കുറച്ച് നല്ല അടുപ്പത്തിലാണ്, ഈ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, അവലംബിക്കുന്നതല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അവലംബിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല, വലിയ വിഷയമൊന്നുമില്ല, കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പാകിസ്ഥാനും അപലപിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങനെ അപലപിച്ചതിന് ശേഷം ട്രംപ് എന്ത് ചെയ്തു? ട്രംപ് പറഞ്ഞു, നീ അപലപിച്ചല്ലേ എന്ന് എൻ്റെ തുർക്കിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിനക്ക് നമ്മുടെ കുറച്ച് ആയുധമൊക്കെ വേണ്ടേ? വേണം. തുർക്കി പറഞ്ഞു, കയ്യിലൊരു S-400 ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ S-400 ഇല്ലേ, നമ്മൾ ഈ S-400 വെച്ചിട്ടാണ് പാകിസ്ഥാൻ്റെ അടിച്ച് അവൻ്റെ പരിപ്പിളക്കിയത്. അപ്പോൾ ഈ S-400 തുർക്കിക്കുണ്ട്. അവർക്ക് ഈ റഷ്യ കൊടുത്തപ്പോൾ അതിൻ്റെ സോഴ്സ് കോഡും ഇതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ മാത്രമേ F-35 തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് നല്ല ചിക്കിളി എണ്ണ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്, അതിൻ്റെ സോഴ്സ് കോഡൊന്നും റഷ്യ തന്നിട്ടുമില്ല, ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സാധനം അങ്ങോട്ട് പറഞ്ഞ് അത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇതങ്ങ് ഇന്ത്യക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, അതെൻ്റെ ഒരു തേപ്പളിയാ എന്ന് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ്. അപ്പോൾ തുർക്കി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അല്ല അമേരിക്ക പറഞ്ഞ് അത് നമ്മളത് ഇന്ത്യക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്ത്യയെ വിളിച്ചു ചോദിച്ചു. ഇന്ത്യ അതിനോട് പ്രതികരിച്ചില്ല. S-400 ഉണ്ട് വേണോ എന്ന് ചോദിച്ചു ഇന്ത്യയുടെ അടുത്ത്. അപ്പോൾ ഇന്ത്യ ഒന്നും പറഞ്ഞില്ല. S-400 നമുക്കുണ്ട് എന്ന് പറഞ്ഞൊന്നും മിണ്ടിയില്ല. അപ്പോൾ കാരണം എന്താണ്, ഇനി ഇന്ത്യയുടെ അടുത്ത ഡീൽ ഇറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യും, നിനക്ക് വേണ്ടെങ്കിൽ നീ തിരിച്ചു തന്നേക്കും, നമ്മൾ ഇന്ത്യക്ക് കൊടുത്തോളാം എന്നുള്ള കാര്യം റഷ്യയും പറഞ്ഞു. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഇതിനകത്ത് ഇന്ത്യയുടെ എടുത്തിട്ട് ഉണ്ടാക്കാൻ നോക്കിയത് മാത്രം നടന്നില്ല, ബാക്കിയെല്ലാം കൃത്യമായിട്ട് നടന്നു. പാകിസ്ഥാനെയും കൃത്യമായിട്ട് നിലയ്ക്ക് വരച്ച വരയിൽ നിർത്തി, തുർക്കിയും വരച്ച വരയിൽ നിർത്തി. പാലസ്തീൻ എന്നുള്ള രാഷ്ട്രം ഇപ്പോഴും ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു. ഇസ്രയേൽ ഹമാസിൻ്റെ ശവപ്പെട്ടിയുടെ അവസാന താണിക്കല്ലടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതാണ് ട്രംപിൻ്റെ ബുദ്ധിരാക്ഷസൻ. അത് ഞാൻ ട്രംപിൻ്റെ ബുദ്ധിരാക്ഷസൻ എന്ന് ആദ്യം പറയാൻ കാരണം ഇപ്പോൾ എല്ലാ പിക്ചറും ആസിം മുനീർ അവിടെ പോയത് എന്തിനാണ്, ഇവിടെ വന്നത് എന്തിനാണ്, എല്ലാം മനസ്സിലായില്ലേ. അതായത് അമേരിക്കക്കാരൻ വരച്ച അമേരിക്കക്കാരൻ്റെ ഈ പാവകളി ഉണ്ടല്ലോ, അതിനകത്തുള്ള പാവകളായിരുന്നു ഇവരെല്ലാം, ഇന്ത്യ ഒഴിച്ച്. ഇന്ത്യയും അങ്ങനെ ആയിരുന്നേനെ. മറ്റൊരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ, ഒരു മൻമോഹൻ സിംഗിനെ പോലെ ഒരു പാവ സർക്കാർ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു. അങ്ങനെ ആയില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഈ പറയുന്ന ലോക പൊളിറ്റിക്സിൽ, അല്ലെങ്കിൽ ലോക എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത്. സിനിമാ നടന്മാരെക്കാൾ എൻ്റർടൈനിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അസീം മുനീർ, ഡൊണാൾഡ് ട്രംപ്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഇങ്ങനെ പോകും. അപ്പോൾ എന്തായാലും അവരൊക്കെ ഇനി അടുത്ത എന്ത് ഷോയുമായിട്ട് വരും എന്ന് നമുക്ക് നോക്കാം.